വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ വാത്സല്യ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 14-ാം അധ്യായമൊക്കെ ധ്യാനിക്കുമ്പോൾ അതിനകത്ത് ശിംശോൻ എന്ന ദൈവ ഭക്തനെ കുറിച്ച് ഉള്ള ഭാഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ 15-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു. 15-ാം അധ്യായം ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 12, 13, 14 വാക്യങ്ങൾ വായിക്കുമ്പോഴും ന്യായാധിപന്മാരുടെ പുസ്തകം അതിൻ്റെ 13-ാം അധ്യായം 25-ാം വാക്യം വായിക്കുമ്പോഴും അതുപോലെ 16-ാം അധ്യായത്തിലേക്ക് പോകുമ്പോഴും അതിനകത്ത് ആഴമേറിയ തിരുവചനങ്ങളാണ് ശിംശോനെ കുറിച്ച് കൊടുത്തിരിക്കുന്നത്. ഒരുത്തൻ്റെ ഒരാളിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അതിന് അത്രയ്ക്ക് ശക്തിയുണ്ട്. ആത്മാവ് ഉള്ളവനെ തകർക്കാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ പൈതലെ, താങ്കളുടെ മേൽ പരിശുദ്ധാത്മാവുണ്ടോ? പേടിക്കണ്ട. ഒരു അന്ധകാര ശക്തിക്കും താങ്കളെ തൊടുവാൻ കഴിയത്തില്ല. ഒരു ദുഷ്ടാത്മാവ് ശക്തിക്കും താങ്കളെ തൊടുവാൻ കഴിയത്തില്ല. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം ധ്യാനിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു. അതിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ 16-ന്റെ 5 വായിക്കുമ്പോൾ ഫെലിസ്ത്യ പ്രഭുക്കന്മാർ അവളുടെ അടുക്കൽ വന്ന് അവളോട്, നീ അവനെ വശീകരിച്ച് അവൻ്റെ മഹാശക്തി ഏതിലെന്നും ഞങ്ങൾ അവനെ പിടിച്ചു കെട്ടി ഒതുക്കേണ്ടതിന് എങ്ങനെ സാധിക്കും എന്നും അറിഞ്ഞുകൊള്ളുക. സ്തോത്രം. കണ്ടോ, ഞങ്ങൾ അവനെ പിടിച്ചു കെട്ടി ഒതുക്കേണ്ടതിന് എങ്ങനെ സാധിക്കും? പരിശുദ്ധാത്മാവ് ഉള്ളവനെ പിടിച്ച് കെട്ടി ഒതുക്കുവാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവുള്ള ഒരു മകളെ പിടിച്ച് കെട്ടി ഒതുക്കുവാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവുള്ള ഒരു പൈതലിനെ പിടിച്ച് കെട്ടുവാൻ കഴിയത്തില്ല. ദൈവത്തിന് മഹത്വം. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 25-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു. യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ച് തുടങ്ങി. യഹോവയുടെ ആത്മാവിന്റെ കൃപയുള്ളവൻ, ആത്മാവിന്റെ നിറവുള്ളവൻ 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ശക്തിയോടെ ചിലതൊക്കെ ചെയ്യുന്നത് കർത്താവിന്റെ വചനം എഴുതിയിരിക്കുന്നു. 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതാ 15-ന്റെ 14, 15 വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു. സ്വത്രം 14, 13, 14, 15. ന്യായാധിപന്മാർ 15-ന്റെ 13, 14, 15. അവർ അവനോട്, ഇല്ല, ഞങ്ങൾ നിന്നെ കൊല്ലുകയില്ല, നിന്നെ പിടിച്ചു കെട്ടി അവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ 2 പുതിയ കയർ കൊണ്ട് അവനെ കെട്ടി. കണ്ടോ, ദൈവത്തിന് സ്തോത്രം. ഫെലിസ്ത്യർ വരികയാണ് ഇവനെ തകർത്തെറിയാൻ. ഫെലിസ്ത്യർ വരികയാണ് ഇവനെ തകർത്തെറിയാൻ. ദൈവത്തിന് സ്തോത്രം. തകർത്തെറിയാൻ ഫെലിസ്ത്യർ വരുമ്പോൾ ഫെലിസ്ത്യരെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടി കെട്ടുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതിനകത്ത് എഴുതിയിരിക്കുന്നു. അങ്ങനെ അവർ 2 പുതിയ കയർ കൊണ്ട് അവനെ കെട്ടി പാറയിൽ നിന്ന് കൊണ്ടുപോയി. അവൻ ലേഹിയിൽ എത്തിയപ്പോൾ ഫെലിസ്ത്യർ അവനെ കണ്ടിട്ട് ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. അവന്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ നൂൽ പോലെയായി. അവന്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചു പോയി. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്നെ ശത്രുവിനെ ബന്ധിക്കാൻ പറ്റത്തില്ല. ഓ സ്തോത്രം. ഹല്ലേലൂയ. അതിനകത്ത് എഴുതിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവർ പലതും കെട്ടി നോക്കി. ഫെലിസ്ത്യർ ശിംശോനെ തകർക്കാൻ പല രീതിയിൽ കെട്ടി നോക്കി. സ്തോത്രം. എന്നാൽ അവനെ തകർക്കാൻ കഴിഞ്ഞില്ല. ദൈവത്തിന്റെ ആത്മാവുള്ളൊരു പൈതലിനെ തകർക്കാൻ കഴിയത്തില്ല. ക്രിസ്തുവിന്റെ ആത്മാവ് ശക്തിയുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് ശക്തിയുണ്ട്. മന്ത്രം ഫലിക്കത്തില്ല. ക്ഷുദ്രം ഫലിക്കത്തില്ല. നിനക്ക് എത്ര കെട്ടിട്ടാലും നിനക്ക് കിടക്കാൻ പറ്റത്തില്ല. പുതിയ നിയമവും പഴയ നിയമവും ധ്യാനിക്കുമ്പോൾ ആത്മാവുള്ളവരെ തകർക്കാൻ കഴിയത്തില്ല. സ്വതന്ത്രം. ദൈവം അനുവദിക്കാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയ പൈതലെ, ശിംശോനെ തകർക്കാൻ ഫെലിസ്ത്യർ പല തന്ത്രങ്ങൾ നോക്കി. അവരുടെ അടവുകളെല്ലാം തോറ്റു. ഇവൻ കുടയുമ്പോൾ അത് ഒടിഞ്ഞു പോകും. ഹല്ലേലൂയ. ആത്മാവിന്റെ വലിയൊരു ശക്തി ശിംശോന്റെ മേൽ ഉണ്ടായിരുന്നു. ശിംശോന്റെ മേൽ ദൈവത്തിന്റെ ശക്തി നിറഞ്ഞു നിൽക്കുമ്പോൾ ഫെലിസ്ത്യർ പല രീതിയിലും ശിംശോനെ ഒതുക്കാൻ നോക്കി. എന്നാൽ ഒതുക്കാൻ പറ്റാതെ വന്നപ്പോൾ ഫെലിസ്ത്യർ ശിംശോൻ ഒരു സ്ത്രീയുടെ അടുക്കൽ പോകുമായിരുന്നു. ആ സ്ത്രീയുടെ അടുക്കൽ പോയി ചെന്ന് പറയുന്നതാണ് ആ ഭാഗം. ഏത് ഭാഗം? 16-ാം അധ്യായത്തിലെ ഭാഗം. അവന്റെ ശക്തി ഏതിലെന്ന് അറിയണം. ദൈവം പറഞ്ഞു കൊടുക്കുകയാണ്. 16-4 വായിക്കുമ്പോൾ അതിന്റെ ശേഷം അവൻ സേരക്ക് താഴ്വരയിൽ ദലീല എന്ന് പേരുള്ള ഒരു സ്ത്രീയെ സ്നേഹിച്ചു. ഫെലിസ്ത്യ പ്രഭുക്കന്മാർ അവളുടെ അടുക്കൽ വന്ന് അവളോട്, കണ്ടോ, അവളുടെ അടുക്കൽ ചെന്ന് ഫെലിസ്ത്യർ പ്രഭുക്കന്മാർ എന്തുകൊണ്ട്? ഇവനെ തകർക്കാൻ അവളുടെ അടുക്കൽ പോയി. എന്നാൽ അവളോട് പറയുകയാണ്, ഇവനെ എന്ത് ചെയ്തിട്ടും ഇവനെ പിടിക്കാൻ പറ്റുന്നില്ല. ഇവൻ
ബന്ധനങ്ങളെ അഴിക്കുന്നു, ചങ്ങലകളെ പൊട്ടിക്കുന്നു, കയറുകളെ കത്തിക്കുന്നു. ഇവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവുണ്ട്. ഇവനെ എങ്ങനെ ഇവനെ കെട്ടിയാൽ പിടിക്കാൻ പറ്റും? അവന് എന്ത് ചെയ്താൽ എന്തിലാണ് അവന്റെ ശക്തി? എങ്ങനെ ഒതുക്കാൻ പറ്റും? വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, അതിന്റെ 5-ാം വാക്യം, നീ അവനെ വശീകരിച്ച് അവന്റെ മഹാശക്തി ഏതിലെന്നും ഉണ്ടോ, അവന്റെ മഹാശക്തി ഏതിലെന്നും ഞങ്ങൾ അവനെ പിടിച്ചു കെട്ടി ഒതുക്കേണ്ടതിന് എങ്ങനെ സാധിക്കുമെന്നും അറിഞ്ഞുകൊള്ളുക. ഞങ്ങൾ അവനെ പിടിച്ചു കെട്ടി ഒതുക്കേണ്ടതിന് എങ്ങനെ സാധിക്കും? എന്നെ കേൾക്കുന്ന പ്രിയ പൈതലേ, നിങ്ങൾ പരിശുദ്ധാത്മാവ് പ്രാപിച്ച ആളാണോ? നിങ്ങളെ തകർക്കാൻ ഒരിക്കലും കഴിയത്തില്ല. ഈ അഭിഷേകം നഷ്ടപ്പെട്ടു പോകരുത്. ചില ദലീമകൾ, ചില പാപത്തിന്റെ ശക്തികൾ മനുഷ്യനെ വശീകരിക്കാറുണ്ട്, ദൈവമക്കളെ വശീകരിക്കാറുണ്ട്. കൃപ പ്രാപിച്ച പൈതലെ, വശീകരണ ശക്തിയിൽ വീണുപോകല്ലേ. പാപ വശീകരണ ശക്തിയിൽ ഒരു രീതിയിലുള്ള പാവമല്ല, പല രീതിയിലുള്ള പാപം മനുഷ്യനെ കടന്നു നിന്നുകൊണ്ടിരിക്കുന്നു. കൃപ പ്രാപിച്ച പൈതലെ, അഭിഷേകം പ്രാപിച്ച പൈതലെ, ഓരോ ദിവസവും ശക്തിക്ക് മീതെ ശക്തി ധരിച്ച് ആത്മാവിന്റെ ബലത്തോടെ മുന്നോട്ട് പോകുക. സ്വന്തം ലൂക്കോസ് 10:19 പറയുന്നു, പാമ്പുകളിൽ തേളുകളിൽ ശത്രുവിന്റെ സകലബലത്തെ ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നു, അതൊരിക്കലും ഒരു ദോഷവും വരുത്തുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു ദോഷവും വരുത്താത്ത ദൈവത്തിന്റെ വാക്കുകൾ, വചനം, കർത്താവ് പറയുന്നു, പാമ്പുകളെ ചവിട്ടുവാൻ, തേളുകളെ ചവിട്ടുവാൻ, ശത്രുവിന്റെ സകലബലത്തെ ചവിട്ടുവാൻ സ്വർഗം നമുക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നിനെ ഭയപ്പെടില്ലേ. കർത്താവിന്റെ ശക്തി നമ്മുടെ മേൽ ഉണ്ടെങ്കിൽ, കർത്താവിന്റെ കൃപ നമ്മുടെ മേൽ ഉണ്ടെങ്കിൽ ഒരു ദുഷ്ടന് നമ്മളെ തൊടാൻ കഴിയത്തില്ല. മന്ത്രം കത്തിപ്പോകും, ക്ഷുദ്രം കത്തിപ്പോകും, പൂജകൾ കത്തിപ്പോകും, അന്ധകാര ശക്തികൾ ഉടനെ പോകും. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടില്ലേ. യേശു നമുക്കുണ്ട്. പരിശുദ്ധാത്മാവിനെ നിറയാം, ദൈവശക്തിയെ നിറയാം. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ പൈതലേ, താങ്കൾ ദൈവാത്മാവിനെ പ്രാപിച്ച ആളാണോ? താങ്കളെ തകർക്കുവാൻ, താങ്കളെ പിടിച്ചു കെട്ടുവാൻ, താങ്കളെ ഒതുക്കുവാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. എന്റെ ശബ്ദം കേൾക്കുന്ന പൈതലെ, പരിശുദ്ധന്റെ ആത്മാവിനെ, ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിക്കാത്ത ആളാണോ താങ്കൾ? എന്റെ ആത്മാവില്ലാത്തവർ എനിക്കുള്ളവനല്ല എന്ന് റോമർക്ക് ലേഖനത്തിനകത്ത് എഴുതിയിരിക്കുമ്പോൾ സ്തോത്രം. അതുകൊണ്ട് ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവേ എന്നെ നിറയണമെന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവേ എന്നെയും കൂടെ നിറയ്ക്കണമേ, എൻ്റെ മേലും വരണമേ. സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന പൈതലെ, പരിശുദ്ധാത്മാവ് എന്തെന്ന് പോലും അറിയാത്ത ആളാണോ താങ്കൾ? എന്നാൽ യേശുവിനെ കർത്താവായി രക്ഷകനായി സ്വീകരിക്കുക. യേശുവിലുള്ള യേശുവാണ് പരിശുദ്ധാത്മാവ് തരേണ്ടത്. യേശു കർത്താവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധന്റെ നാമത്തിൽ സ്നാനം വെച്ചാൽ പരിശുദ്ധാത്മാവ് ദാനം ലഭിക്കുമെന്ന് വേദപുസ്തകം പറയുന്നു. പരിശുദ്ധനെ ഭാവിക്കാം. ശത്രുവിന്റെ കോട്ടകൾ ഉടഞ്ഞു പോകും, അന്ധകാര മണ്ഡലങ്ങൾ തകർന്നു പോകും, ഇരുട്ടിന്റെ വ്യാപാരം ഒടുങ്ങി പോകും. സ്തോത്രം. ആത്മാവ്, സ്തോത്രം, ഒരു വ്യക്തിയുടെ മേൽ ഉണ്ടെങ്കിൽ അയാളെ ഒതുക്കാൻ കഴിയത്തില്ല. ആത്മാവുള്ള ശിംശോനെ ഒതുക്കാൻ ഫെലിസ്തീർ വന്നു, തോറ്റുപോയി, എല്ലായിടത്തും തോറ്റുപോയി. അവസാനം സ്തോത്രം, ഫെലിസ്തീർ ദലീലയുടെ അടുക്കൽ പോയി അവളോട് പറയുന്ന വരികളാണ് നേരത്തെ വായിച്ചത്. സ്തോത്രം. എന്നാൽ അവളുടെ അടുക്കൽ ചാഞ്ഞ അവളുടെ മടിയിൽ ചാഞ്ഞ ശിംശോൻ, സ്തോത്രം, ശിംശോനെ അവൾ വശീകരിച്ച് അവന്റെ ശക്തി ഏതെന്നറിയാൻ ഒരുപാട് ചോദിച്ച് അവനത് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവന്റെ മേലുള്ള അഭിഷേകം നഷ്ടമാകാനായി തീർന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ താങ്കളുടെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ, ഭാവം നമ്മളുടെ മേൽ വന്നാൽ ആ അഭിഷേകം ഇറങ്ങിപ്പോകും, ഇരിക്കത്തില്ല. സ്തോത്രം. പാവം, അവളുടെ പാവം അവന്റെ ജീവിതത്തിൽ വന്നു. ദലീലയുടെ മടിയിൽ കിടന്നു. അവന്റെ ഹൃദയത്തെ വശീകരിച്ചു. അവന്റെ അകത്തിരുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. ഇവന്റെ അഭിഷേകത്തെ നഷ്ടപ്പെടാനിടയായിത്തീർന്നു. ഇവന്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കാനിടയായിത്തീർന്നു. ഇവന്റെ കണ്ണ് കാഴ്ച നഷ്ടപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പൈതലെ, ആത്മീയ കണ്ണുകൾ നഷ്ടമാകല്ലേ. ദൈവം തന്ന കൃപകൾ നഷ്ടപ്പെടുത്തരുത്. പാവ ജീവിതത്തിലേക്ക് നമ്മൾ ഒരിക്കലും പോകല്ലേ. ഓരോ ദിവസവും നമ്മൾ ശക്തിക്ക് മീതെ ശക്തി ധരിച്ചോണം. കൃപ പ്രാപിക്കും തോറും ശത്രു നമ്മളെ തകർക്കാൻ നോക്കും. ഇല്ല, അവൻ പൊട്ടി ചാരമാകും, അവൻ തകർന്ന് ചാരമാകും. നമ്മെ തകർക്കാൻ കഴിയത്തില്ല. 1 യോഹന്നാൻ 4:4 പറയുന്നു, എന്നിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. നമ്മുടെ അകത്തുള്ള യേശു ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനത്രേ. അതുകൊണ്ട് ഒന്നിനും നമ്മളെ തകർക്കുവാൻ കഴിയത്തില്ല. ശത്രുവിന്റെ തന്ത്രങ്ങൾ തകർന്നു മാറും. സ്തോത്രം. റോമർക്ക് ലേഖനം 16-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, റോമർ 16:20 പറയുന്നു, സ്തോത്രം, ശത്രുവിനെ തകർക്കുവാൻ ദൈവം നമുക്ക് കൃപ തന്നിരിക്കുന്നു. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദുഷ്ടന്റെ തന്ത്രങ്ങളെ തകർക്കുവാൻ ദൈവം നമുക്ക് കൃപ തന്നിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും പതറിപ്പോകല്ലേ, ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടരുത്. എൻ്റെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഒന്നിനെക്കുറിച്ചും പ്രയാസപ്പെടല്ലേ. യേശു ജീവിക്കുന്ന ദൈവം. ശിംശോന്റെ ശരീരത്തിൽ ദൈവം പകർന്നിരുന്ന ശക്തി തന്നിൽ നിന്ന് മാറിപ്പോയി. എങ്ങനെ മാറിപ്പോയി? കൃപ നഷ്ടപ്പെട്ടു പോയി. പാപം ചെയ്തപ്പോൾ തന്നിലുള്ള
കൃപ നഷ്ടപ്പെട്ടു പോയി. റോമർ 16:20 പറയുന്നു, സമാധാന ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. സ്വത്രം കാൽ കീഴിൽ സാത്താനെ ചതച്ചു കളയുന്ന ദൈവം, കാൽ കീഴിൽ ചതച്ചരക്കുന്ന സ്വർഗത്തിലെ ദൈവം. ഇനി ശബ്ദം കേൾക്കുന്ന പൈതലെ, ഒന്നിനെ കുറിച്ച് ഭയപ്പെടണ്ട, ഒന്നിനെ കുറിച്ച് പതറിപ്പോകണ്ട, ഒന്നിനെ കുറിച്ച് തളർന്നു പോകണ്ട. സ്വത്രം ശത്രുവിന്റെ തല കാൽവരി ക്രൂശിൽ യേശു തകർത്തു. നമ്മുടെ മേൽ അഭിഷേകമുണ്ടെങ്കിൽ അത് മുഖങ്ങളെ ഒതുക്കും. അഭിഷേകം ഹല്ലേലൂയ ശത്രുവിന്റെ കോട്ടകളെ ഉടയ്ക്കും. അഭിഷേകം നമ്മുടെ മേലുണ്ടെങ്കിൽ ശത്രുവിനെ തൊടുവാൻ കഴിയത്തില്ല. അഭിഷേകം പ്രാപിക്കാമോ? ശക്തി പ്രാപിക്കാമോ? ഇവിടെ ശിംശോനെ തകർക്കാൻ കഴിയാതെ വന്നപ്പോൾ ദലീലയുടെ അടുക്കൽ ദലീല എന്ന ആളിന്റെ അടുക്കൽ സ്വത്രം ഫെലിസ്ത്യൻ വരികയാണ്. വന്ന് പറഞ്ഞ് അവന്റെ ശക്തിയെ ചോദിക്കുകയാണ്. അവൻ എങ്ങനെ അവനെ പിടിച്ചു കെട്ടി ഒതുക്കേണ്ടത് എങ്ങനെ സാധിക്കും? പിടിച്ചു കെട്ടിയവനെ ഒതുക്കാൻ എങ്ങനെ പറ്റും? എന്നെ കേൾക്കുന്ന പ്രിയ പൈതലെ, കർത്താവിന്റെ ആത്മാവ് പ്രാപിച്ച പൈതലെ, ശത്രു പലപ്പോഴും നിന്നെ കെട്ടി ഒതുക്കേണ്ടത് എങ്ങനെയെന്ന് അവൻ തന്ത്രം പടയുമ്പോൾ, സ്തോത്രം, സാത്താന്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാത്തവരല്ലോ. നമ്മൾ അറിയാതിരിക്കരുത്. ഓരോ ദിവസവും ശക്തിക്ക് മീതെ ശക്തി ധരിച്ച്, പാപത്തെ ജയിച്ച്, കൃപയുടെ മേൽ കൃപ, ഓരോ സെക്കൻഡ് കൃപമേൽ കൃപ പ്രാപിച്ച്, ആത്മാവിൽ എരിവോടെ കർത്താവ് ഏൽപ്പിക്കുന്നത് വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ, സത്യസന്ധമായി വചനപ്രകാരം ക്രിസ്തുവിൽ നിലനിന്ന് ക്രിസ്തുവിന്റെ ആത്മാവിൽ നിറഞ്ഞ് മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരും സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ രാജാവേ, ശിംശോന്റെ മേലുള്ള ശക്തിയെ തകർത്ത് കളയാൻ ഫെലിസ്ത്യൻ അടുത്തു വന്നു. അവരെങ്ങനെ ഒതുക്കാം? കർത്താവെ, ഈ ശബ്ദം കേൾക്കുന്ന സകല മക്കളെയും ദൈവത്തിന്റെ കരങ്ങൾ തരുന്നു. എല്ലാവരുടെ മേൽ പരിശുദ്ധം ഇറങ്ങട്ടെ, എല്ലാവരുടെ മേൽ ശക്തി ഇറങ്ങട്ടെ. ഒരു ദലീല ശക്തികളും ഒരു പാപത്തിന്റെ ശക്തികളും ഞങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്തുവാൻ ഇടയാകലപ്പാ. കർത്താവിന്റെ കരങ്ങൾ തരുന്നു. സകല മക്കളുടെ മേൽ ശക്തിയെ പകർന്ന് അന്ത്യം വരെയും കർത്താവിൽ വിശ്വസ്തയോടെ ജീവിച്ച്, വചനപ്രകാരം ജീവിച്ച്, വിശ്വാസത്തോടും വിശുദ്ധിയോടും വേർപാടോടെ ജീവിച്ച്, പാപത്തെ ജയിച്ച്, അഭിഷേകത്തെ ജ്വലിച്ച്, ശൗലോ മേൽക്ക് മേൽ ശക്തി പ്രാപിച്ചു. സ്തോത്രം, ഞങ്ങൾ മേൽക്കുമേൽ ശക്തി പ്രാപിച്ച്, സ്തോത്രം, ദുഷ്ടന്റെ തന്ത്രങ്ങളെ ഉടച്ചു മാറ്റി ആത്മബലത്തോടെ പുറത്തു വരുവാൻ കർത്താവ് ഞങ്ങളെ ഏൽപ്പിക്കപ്പെട്ടത് വിശ്വസ്തയോടും ദൈവ ഭയത്തോടും കൂടെ നിന്ന് കർത്താവിൽ ചെയ്യുവാൻ സ്വർഗം സഹായിക്കണം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കളെയും അടിയിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗത്തോടെ, ഭാരത്തോടെ, പ്രയാസത്തോടെ എല്ലാവരെയും യേശു സൗഖ്യമാക്കും. കർത്താവ് കൃപാവരങ്ങൾ പ്രാപിച്ച മക്കൾക്കായി സ്തോത്രം. ഒരിക്കലും നഷ്ടപ്പെടാതെ ഇരട്ടി ബലത്തോടെ പുറത്തു വരട്ടെ. പരിശുദ്ധങ്ങൾ പ്രാപിക്കാത്ത മക്കൾക്കായി സ്തോത്രം. കർത്താവ് തൊട്ട് പിടിവിക്കണം. യേശുവിനെ കണ്ടുമുട്ടാതെ ഈ ശബ്ദം കേൾക്കുന്ന മക്കൾക്കായി സ്തോത്രം. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശു മാത്രം കർത്താവെന്ന ഹൃദയത്തിൽ ഗ്രഹിക്കുവാൻ, അത് കണ്ടുമുട്ടുവാൻ ലുദ്ധിയുടെ ഹൃദയത്തെ തുറന്നു കൊടുത്ത ദൈവം സകല ഹൃദയങ്ങളെ തുറന്നു കൊടുക്കണം. സ്വർഗം അങ്ങനെ തന്നെ ചെയ്തിരിക്കേ സ്തോത്രം. പ്രാർത്ഥനയിലേക്ക് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.